അങ്ങനെ വീണ്ടും ഒരു യാത്ര വന്നെത്തി. എവിടുക്ക കറക്റ്റ് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. വാപ്പാനോട് ചോദിച്ചിട്ട് വാപ്പ പറഞ്ഞു തരുന്നില്ല. എന്തായാലും മാറ്റി ഒരുങ്ങി ഞാനവിടെ കയറി പോന്നു. ഇനി പോകുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മലപ്പുറത്ത് കൊണ്ടാത്ത പരാതി ഓനക്ക് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഓനാണ്ട് കൂട്ടിയാണ് പോകും. കൂട്ടി പോകുന്ന നോക്കിയപ്പോൾ ഓനും ഇതാ ക്യാമറ പൊക്കിയാണ് നടക്കണത്. അപ്പൊ വീട്ടിൽ പിന്നെ ഒരു ബ്ലോഗർ. അതിന്റെ ഒരു ആവശ്യമില്ല. ആ ടൈം ആകുമ്പോൾ ഞാൻ പറയണ്ടേ, അതല്ല അതിന്റെ നല്ലത്. നിങ്ങൾ മൂന്നാൾക്കാർ കാറിലിരുന്ന അങ്ങനെയാണ്. ചെറിയ യന്ത്രോനക്ക് ഒരു അടി എടുത്താൽ അത് വലിയ യന്ത്രോനക്കും കിട്ടും. അതാണ് അതിന്റെ ഒരു രസം. എങ്ങനെ പിന്നെ നമുക്ക് കാര്യം മനസ്സിലായി ഞാൻ അടിച്ചതെന്ന്. അങ്ങനെ ഞങ്ങൾ ആഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്രയാണ് തുടങ്ങി. എവിടുക്ക ചോദിച്ചാല് കറക്റ്റ് മലപ്പുറത്തേക്ക് ആദ്യം പ്ലാൻ ഇട്ടത്. പിന്നെ അത് കോഴിക്കോട്ടേക്കായി. ഇപ്പൊ ഞങ്ങൾ ലുലുമാളിൽ കറക്റ്റ് എത്തി. ചെറുപ്പത്തിൽ ഭയങ്കര പേടിയുള്ളൊരു മെഷീനാണ് ഇത്. കാരണം നമ്മളെ കൈക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് നമ്മൾ പോലീസുകാർ പിടിച്ചല്ലോ എന്നുള്ള പേടി. ഇപ്പൊ ആ പേടി കാര്യങ്ങളൊന്നുമില്ല. കാരണം മെച്യൂരിറ്റി ഇങ്ങനെ ഞാൻ ഉള്ളിൽ കണ്ട് കയറിയപ്പോൾ ഒരു സാധനം എടുത്തുക ഞാൻ എന്റെ വീഡിയോസൊക്കെ കാണലുണ്ട്. എന്താ ചെയ്യുക, റോബോട്ട് വരെ നമ്മളെ വീഡിയോസൊക്കെ കാണലുണ്ട്. നമ്മളെ ഫാൻസ് ആണല്ലോ അതൊക്കെ. ഇന്നല്ല കാര്യം മനസ്സിലായത്, നമ്മൾ ശരിക്കും ഇങ്ങോട്ട് എന്തിനാ വന്നു വെച്ചാല് വാപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന് പെരീന്നുണ്ട് ഇറങ്ങി. എന്തായാലും നമ്മളിവിടെ കുറെ നേരം തിരിഞ്ഞളിച്ചേണ്ടി വരും. അതിന്റെ ഇടയ്ക്ക് ചെറിയ അന്തരം വലിയ കുപ്പായിട്ട് വന്നോണ്ട് എനിക്കിത് എടുത്തു തരുമോ ചോദിച്ചാണ്ട്. എന്തിനാ പാക്ക അവൻക്ക് ഇട്ടാണ്ടല്ലോ കന്തൂറട്ട മാറിയ കാരം. എന്തായാലും അവൻ ആഗ്രഹിച്ച ഒരു കാറാണ് മേടിച്ചു. അപ്പൊ രണ്ടാക്കും വാപ്പാണ് മേടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ മറ്റൊന്ന് മുഖാണ്ട് പാടി ഇന്റെ വക ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഇന്റെ ATM കാർഡ് എടുത്താണ് കൊടുത്ത്. ഇനി എന്തായാലും ഇന്റെ വകാണ്ട് ആയിക്കോട്ടെ, വാപ്പ കേൾക്കണ്ട, വാപ്പാന്റെ കാർഡ് തന്നെ ഉണ്ടോ, ഇന്റെ അടുത്ത് കായൊന്നുമില്ല മക്കളെ. ഇനി ഇതും പറഞ്ഞിട്ട് ചെങ്ങായിമാർ ഇന്റെ കാർഡ് ചോദിച്ചാണ്ട് വരാൻ നിൽക്കും. ഇവിടുന്ന് ഒറ്റ ക്ലിക്കിന് ഹൈലൈറ്റ് മാൾക്ക് എങ്ങനെയുണ്ട് പൊളിച്ചില്ലത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാൾക്ക് കണ്ടെത്തി. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടി നോക്കാൻ. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അന്ത്രം ഭയങ്കര പൊലിവിലാണ്. ആ പൊലിവിൽ തന്നെ നിന്നോട്ടെ. ഇനി വെറുതെ നമ്മളാ പൊലിവാണ് കളയാൻ നിൽക്കണ്ട. അങ്ങനെ എല്ലാവരും പാട് കൂട്ടിയാണ് നമ്മൾ ആദ്യം മന്തിയാണ്ട് ഓർഡർ ചെയ്ത്. അത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു വികാരം കിട്ടണില്ല മന്തി കൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ക്യാപ്സിക്കാണ് വിട്ടു. ക്യാപ്സി തിന്നണം, അല്ലെങ്കിൽ നമ്മൾ കമ്പിടാൻ പോകണം രണ്ടാം തീയതി. നമുക്ക് ഈ ആടുമായി ഫുഡുകളൊന്നും ഇനി കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് ക്യാപ്സി കൊണ്ട് തിന്നാണ്ട് വരാം. ഫുഡൊക്കെ കഴിച്ചാണ്ട് എല്ലാവരും ക്ഷീണിച്ചാണ്ട് ഇരിക്കണം. അതിന് മാത്രം പള്ളിക്ക് അടിച്ച് മിന്നിക്കണേ. പിന്നെ ക്ഷീണമില്ലാതെ ഇത്രയും തിന്നല്ലേ ഇനി ഒരു മധുരാവാ. അങ്ങനെ മെക്ഡൊണാൾഡ്സ് ഒരു ഐസ്ക്രീമാണ് തിന്നാണ്ട് എല്ലാ കാര്യങ്ങളും റാത്താക്കിയാണ്ട് അവിടുന്നാണ്ട് പോന്നു. അങ്ങനെ എല്ലാ പരിപാടികളാണ് കഴിഞ്ഞു. എന്നാ പോയി കിടന്നാണ്ട് ഉറങ്ങിക്കോളി. എന്നാ ഓക്കെ.